സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സുജാത അല്പസ്നേഹത്തോടെ കൃഷിനോട് ഫോണിൽ സംസാരിച്ച ആ നിമിഷം മുതൽ കൃഷിൻ്റെ എല്ലാ ടെൻഷനും മാറിയെന്ന് മാത്രമല്ല, പുള്ളിക്കാരൻ മുന്നത്തേക്കായും ഹാപ്പിയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. അതേസമയം മാനസ നല്ല പിള്ളയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ദേവ്ജിയുടെയും കൃഷിൻ്റെ കൂട്ടുകാരൻ്റെയും മുമ്പിൽ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നു. ഡിസൈനേഴ്സിൻ്റെ കൂടെ അവർ ചെയ്ത വർക്കിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഒടുക്കം ദേവ്ജിയും കൃഷിൻ്റെ കൂട്ടുകാരന് നിൽക്കുന്നത് കണ്ട് അവരെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അതായത് ലീവ് ചോദിച്ച് വർക്ക് നന്നായിട്ട് ചെയ്യാതെ വന്ന് നിൽക്കുന്ന സ്റ്റാഫിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന ആ രൂപത്തിലൊക്കെ സംസാരിച്ച് അവരെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. അതിനുശേഷം പെർഫ്യൂമുമായിട്ട് ചെല്ലുന്നു. അപ്പം അതിലൊരു സ്റ്റാഫ് മാനസ എണീറ്റ് പോയതിന് ശേഷം പറയുന്നുണ്ട്, ഇത്തിരി മുമ്പ് നമ്മളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞ് അപമാനിച്ച, പിന്നെ പെർഫ്യൂം കൊണ്ടുതരാൻ അവർക്ക് നാണമില്ലേ? അതെല്ലാം മറഞ്ഞു നിന്ന് നമ്മുടെ മാനസ കേൾക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് അല്പം റെസ്റ്റ് എടുക്കുന്ന സുജാതയും പഴയ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നു. അതായത് കൃഷി ജനിച്ചപ്പം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടവും അവസാനം സാഗറിൻ്റെ വായിൽ നിന്നും സത്യങ്ങൾ അറിയുന്ന ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പം സുജാതയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. കൃഷിനെ ഒരിക്കലും തനിക്ക് വെറുക്കാൻ പറ്റില്ല. തൻ്റെ മകനെ പോലെ ആത്മാർത്ഥമായിട്ടാണ് താൻ അവനെ പൊന്നുപോലെ വളർത്തിയിരിക്കുന്നത്. സ്വന്തം മകനല്ലെന്ന് സത്യം അറിയില്ലായിരുന്നു എങ്കിലും സ്വന്തം മകനേക്കായും സ്നേഹത്തിൽ തന്നെ വളർത്തിയതുകൊണ്ട് ഒരിക്കലും അവൻ തൻ്റെ മകനല്ലെന്നും പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റില്ല. അപ്പം സാഗറാണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ബലരാമനെയും കൃഷിനെയും ഒരുപോലെ കാണണമെന്നും രണ്ടുപേരെയും രണ്ടായിട്ട് കാണാൻ പാടില്ല എന്നുള്ള രൂപത്തിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്കും ഇപ്പം മനസ്സിലാകുന്നുണ്ട്, എനിക്ക് എൻ്റെ മകനെന്ന് പറഞ്ഞ ജീവനാ. അപ്പോൾ സാഗർ ഡൗട്ട് അടിച്ച് ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. കാരണം കൃഷി സ്വന്തം മകനല്ല, ബലരാമൻ സ്വന്തം മകനാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ സുജിക്കിപ്പം വല്ല മാറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഏത് മകനാണെന്നോ സാഗറിന് സംശയം. എനിക്ക് കൃഷിനെ അങ്ങനെ വെറുക്കാനോ തള്ളിക്കളയാനോ പറ്റില്ല. അവനെ പ്രസവിച്ചത് ചിലപ്പോൾ ഞാനാകില്ലായിരിക്കും, പക്ഷേ വളർത്തിയത് ഞാനാണ് എന്നൊക്കെയാകും നമ്മുടെ സുജി മിക്കവാറും സാഗറിനോട് പറയുന്നത്. എന്തായാലും സാഗറിന് അത് കേട്ടപ്പോൾ അല്പം ടെൻഷൻ ഫ്രീ ആകുന്നു. മാത്രമല്ല കൃഷിനെ വിളിച്ച് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അതിരാവിലെ സുജി തനിക്ക് വേണ്ടിയിട്ട് എണീറ്റ് ദോശയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിരിക്കും എന്ന് പറയുമ്പോൾ കൃഷി ആണെങ്കിൽ ത്രില്ലടിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ കൃഷിനെ കാണാൻ സുജി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. കൃഷി ഇങ്ങനെ പിണക്കം കാണിച്ചതിന് ശേഷം മുതൽ പുള്ളിക്കാരിക്കും ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്ന സുജിയോട് അതുവരെ ഫുഡ് കഴിക്കാതെ അമ്മ കൊണ്ടുവരുന്ന ദോശയും കറിയും കഴിക്കാൻ നോക്കിയിരുന്ന കൃഷി ആണെങ്കിൽ ദോശ എന്തെന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും നമ്മുടെ സുജി മറന്നു പോയെന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. എന്തായാലും കൃഷിന് വീണ്ടും പിണക്കമാകുന്നു. അമ്മയുടെ കാര്യത്തിൽ പുള്ളിക്കാരൻ അല്ലേലും പൊസസീവ്നെസ് ആണ്. അപ്പോൾ തന്നേക്കായും കൂടുതൽ സ്നേഹം കൃപയോടോ അല്ലെങ്കിൽ ബലരാമനോടോ കാണിച്ചാലോ അല്ലെങ്കിൽ തന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെയും തൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും കൃഷിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനെ തുടർന്ന് പിണങ്ങി കണ്ണും പൂട്ടി കിടക്കുന്നു. സുജിയാണെങ്കിൽ ആവുന്നതും കൃഷിനെ വിളിക്കുന്നുവെങ്കിലും കൃഷി പിണങ്ങി കിടക്കുന്നത് കണ്ട് സുജിയും ആകെ വിഷമിക്കുന്നു. അതുപോലെ തന്നെ കൺമണിയും. അപ്പോൾ ആ പിണക്കം എങ്ങനെയായിരിക്കും നമ്മുടെ സുജി മാറ്റിയെടുക്കുന്നത്? കാത്തിരിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.